അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്ത ഒരുപാട് പേരുണ്ട്. ഫ്രോക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരുപാട് പേര്. അപ്പോൾ അവർക്ക് യൂസ്ഫുൾ ആവുന്നൊരു വീഡിയോ ആണെന്ന്. അപ്പോൾ നിങ്ങൾ ഇന്ന് തൊട്ട് ഇങ്ങനെ തുടർച്ചയായിട്ട് വീഡിയോസ് കാണുകയാണെങ്കിൽ നിങ്ങൾക്കും നല്ല പെർഫെക്ഷനിൽ തന്നെ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ കഴിയും. അപ്പം അതിന് ഉള്ളൊരു സ്റ്റാർട്ടിംഗ് ആണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം ഞാൻ ഫ്രോക്കിൻ്റെ ബോഡി പാർട്ട് മാത്രമാണ് ഇന്ന് കട്ടിങ് കാണിക്കുന്നത് കേട്ടോ. അതിൻ്റെ ഒരു പാറ്റേൺ ആണ് ഇന്ന് ഞാൻ കട്ട് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ മക്കളുടെയൊക്കെ പുസ്തകം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ എഴുതാത്ത പേപ്പറുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെയൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് എടുത്ത് വെച്ചാൽ മതി കേട്ടോ. ബുക്സൊക്കെ ഒഴിവാക്കുമ്പോൾ ഇങ്ങനെ എഴുതാത്ത ഈ വലിയ ബുക്കിൽ ഇതുപോലുള്ള പേപ്പറുകൾ കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒക്കെ നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്യാനൊക്കെ യൂസ്ഫുൾ ആവും. അപ്പോൾ നമ്മൾ ഈ പേപ്പർ ഒരു പേപ്പറാണ് എടുത്തിട്ടുള്ളത്, വലിയ ബുക്കിലുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്കിത് ഒരു 4.5 ഇഞ്ച് വരെ നമുക്കിത് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഒരു 1 ഇയർ ബേബിയുടെ അളവിലാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു 6.5-7 ഇഞ്ചോളം നമുക്ക് അതിൻ്റെ വിഡ്ത്ത് വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു അളവിൽ കിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പേപ്പർ ഒരു ഭാഗത്തേക്കാക്കിയിട്ട് എടുക്കാം. അപ്പോൾ 4 ഭാഗം നമ്മൾ ഒരു പേപ്പർ വെച്ച് കട്ട് ചെയ്ത് പാറ്റേൺ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അത് പിന്നെയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ബോഡി പാർട്ടിൻ്റെ 4 ഭാഗം അപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് ആ ഒരു ഭാഗമാണോ മുകൾ ഭാഗമാണല്ലോ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗമാണ് ഇതെന്ന് വിചാരിച്ചിട്ട് അതാണ് ഇപ്പം നമ്മൾ പാറ്റേൺ ഉണ്ടാക്കി വെക്കുന്നത്. പിന്നെ നമുക്ക് ചാർട്ട് പേപ്പർ എടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ഒരു ഭാഗം മൊത്തത്തിലെടുക്കാം. അതായത് ഫ്രണ്ടിലെ ഇതും ബാക്കിലേതും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്കതിൻ്റെ ആവശ്യമില്ല. ഇതൊരു 4 ഭാഗം മാത്രം നമ്മൾ പാറ്റേൺ കട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നമ്മളിതാ ഇതിൽ അളവുകളൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഷോൾഡർ ഞാൻ 4.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ആം ഹോളും 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ചെസ്റ്റിൻ്റെ അവിടെ നമ്മൾ ആ ഒരു 4.5 അതിൻ്റെ ആ ഒരു വീതി അവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ചെസ്റ്റിൻ്റെ കറക്റ്റ് അളവ്, അപ്പോൾ നമുക്ക് 20 ഇഞ്ചാണ് ചെസ്റ്റ് വരുന്നത്. അപ്പോൾ അതിൻ്റെ 4 ഭാഗം, അതായത് 20നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 5 കിട്ടുന്നത്. അതിലേക്കൊരു 1/2 ഇഞ്ചും കൂടെ കൂട്ടി 5.5 ഇഞ്ചിൽ നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെസ്റ്റ് 5 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു 1/2 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അതല്ലെങ്കിൽ ഒരു 3/4 ഇഞ്ച് കൂട്ടിയിട്ട് വേണം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു 1 ഇയർ ബേബിയൊക്കെ ചിലപ്പോൾ ഒരു 20 ഇഞ്ച് ഉണ്ടാവില്ല, 18 അവിടെയൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. നല്ല സൈസുള്ള കുട്ടികളൊക്കെ 20 ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ 5.5 മാർക്ക് ചെയ്തു. അതിലേക്ക് 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വേസ്റ്റിൻ്റെ അവിടെ നമ്മൾ അതിൽ നിന്നൊരു 1/4 ഇഞ്ച് കുറച്ചിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 6.5 ഉള്ളത് ഒരു 6.25 വേസ്റ്റിൻ്റെ അവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പോയിൻറ്റ്സൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ബോഡി പാർട്ടിൻ്റെ ലെങ്ത്ത് വരുന്നത് 7.5 ഇഞ്ചാണ്. അപ്പോൾ അതിലേക്ക് 1 ഇഞ്ചും കൂടെ കൂട്ടി 8.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെയും കൂടെ ഒന്ന് ലൈനാക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡിൽ നമുക്കൊരു 1/2 ഇഞ്ച് ഒരു ചെറുതായിട്ടൊരു കർവ് കൊടുക്കണം. അപ്പോൾ എങ്കിലേ നമുക്ക് ഫ്രോക്ക് ആ ഒരു ഭംഗിക്ക് തന്നെ കിട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അതിന് 2 സൈഡും ഇങ്ങനെ തൂങ്ങി നിൽക്കും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൊടുത്തെങ്കിൽ അത് ആ കറക്റ്റ് ഷേപ്പിൽ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെയുള്ള മാർക്കിങ്ങും കഴിഞ്ഞു. ഇനി ആം ഹോൾ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആം ഹോൾ കർവ് ചെയ്യേണ്ടത് 5.5-ലാണല്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. 5 ഇഞ്ച് നമ്മുടെ ചെസ്റ്റ്, കറക്റ്റ് ചെസ്റ്റിൻ്റെ അളവ്, അതിലേക്ക് 1/2 ഇഞ്ചും കൂടെ കൂട്ടി 5.5-ലാണല്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു 5.5-ലേക്ക് വേണം നമ്മളിങ്ങനെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കാൻ. ഇനി ഷോൾഡറിൻ്റെ അവിടെ ഒരു സ്ലോപ്പ് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നെക്കിൻ്റെ വിഡ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. 2 ഇഞ്ചാണ് നമ്മൾ നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അത് കറക്റ്റ് ആയിരിക്കും കേട്ടോ. എന്നിട്ട് ആ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുത്തില്ലേ, അവിടേക്കൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിലേക്ക് വേണം നമ്മൾ സ്ലോപ്പ് കൊടുക്കാൻ. അപ്പോൾ ഇനി നമ്മൾ മാർക്ക് ചെയ്യാനുള്ളത് നെക്കിൻ്റെ ലെങ്ത്തും വിഡ്ത്തുമാണ് കേട്ടോ. അപ്പോൾ 2 ഇഞ്ച് നമ്മൾ ഓൾറെഡി അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെക്കിൻ്റെ ലെങ്ത്ത് നമുക്ക് 2 ഇഞ്ച് എടുക്കാം. അതല്ലെങ്കിൽ ഒരു ഇത്തിരിയും കൂടെ ഒന്ന് ഇറക്കം വേണമെന്നുണ്ടെങ്കിൽ ഒരു 2.5 ഇഞ്ച് എടുക്കാം. നെക്ക് മാർക്ക് ചെയ്യുമ്പോൾ മുകളിൽ നമ്മൾ 2 ഇഞ്ച് വിഡ്ത്ത് മാർക്ക് ചെയ്തത് താഴെ നമ്മൾ ആ ഒരു 2 ഇഞ്ച് തന്നെ
മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിലൊരു കൂടുതലായിട്ടൊരു വ്യത്യാസമൊന്നും ഉണ്ടാവരുത്. അപ്പോൾ ഇതാ ഈ നെക്കിൻ്റെ ആ ഒരു അളവിൽ നമുക്കിതൊന്ന് ബോക്സ് ആക്കിയിട്ടെടുക്കാം. ഇനി ഒന്ന് കർവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഫ്രീ ഹാൻഡായിട്ട് തന്നെ ഇതുപോലെ ഇങ്ങനെ വരച്ചെടുത്താൽ മതി, നമ്മൾ ആം ഹോൾ വരച്ചതുപോലെ. അതല്ലെങ്കിൽ നമുക്കിതാ ഈ ഒരു ടൂൾ വെച്ചിട്ട് വരച്ചെടുക്കാവുന്നതുമാണ് കേട്ടോ. അപ്പോൾ ഈ ടൂൾ വെച്ചിട്ട് നമുക്കിത് പല സൈസിലും നമുക്ക് വരച്ചെടുക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ എല്ലാ പാർട്ടും നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മോഡൽസുകളൊക്കെ മാറ്റിയിട്ട് വരയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നന്നായിട്ട് റൗണ്ട് ചെയ്യണമെങ്കിൽ ഇതാ ഈ ഒരു അറ്റം ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് വരച്ചെടുക്കാം. അതല്ല ഇത്തിരിയും കൂടെ ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ആക്കണമെങ്കിൽ ഇതങ്ങനെ റൗണ്ടായിട്ട് ചുറ്റി വരച്ച് കൊടുത്താൽ മതി കേട്ടോ. അതിൻ്റെ ഏത് പാർട്ടും നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു മോഡൽ കിട്ടും. അപ്പോൾ ഈ ഒരു കർവ് കയ്യിലില്ലാത്തവർ ഒന്ന് വാങ്ങിക്കാം കേട്ടോ. അത്ര റേറ്റ് ഒന്നുമില്ല, ഒരു 60 രൂപ എങ്ങാണ്ടുള്ളൂ റേറ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു ടൂൾ വെച്ചിട്ട് നമുക്ക് ആം ഹോളും വളരെ കറക്റ്റായിട്ട് തന്നെ വരച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫ്രണ്ടിലെ ആം ഹോളിൻ്റെ ഒരു ഭാഗം ഒന്ന് കൊഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സ്ലീവ്ലെസ് ആയിട്ടുള്ള ഫ്രോക്കുകളൊക്കെ നമ്മൾ ആ ഒരു കൊഴിച്ച് കട്ട് ചെയ്തിട്ടുള്ള ഇല്ലെങ്കിൽ ഒരു വൃത്തി കിട്ടില്ല കേട്ടോ. അത് നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. അപ്പോൾ ഇതാ ഒരു 4.5 ഇഞ്ചാണ് നമ്മൾ ആം ഹോളിൻ്റെത് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ പകുതി എടുക്കുക. പകുതി എടുത്തിട്ട് ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ടൂൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്ക് ഫ്രീ ഹാൻഡായിട്ട് തന്നെ ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, സ്റ്റിച്ച് ചെയ്ത് നല്ലോണം പരിചയമുള്ളവർക്ക് ഇപ്പോൾ ഈ ഒരു ടൂളിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അവർക്കിത് ഫസ്റ്റിൽ തന്നെ ഇങ്ങനെ വരച്ചു കൊടുക്കാനൊക്കെ നല്ല പ്രയാസമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ടൂൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇനി വേണമെങ്കിൽ നമുക്ക് സ്റ്റിച്ചിങ് ലൈൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 5.5 ഇഞ്ചിലാണ് ചെസ്റ്റ് മാർക്ക് ചെയ്തത്. അപ്പോൾ ഒരു 5.25 നമുക്ക് വേസ്റ്റും മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ 2 പോയിൻറ്റ്സും കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മളെ ഫ്രണ്ടിലുള്ള മാർക്കിങ് കേട്ടോ. പിന്നെ നമുക്ക് ബാക്ക് പീസും കൂടെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഈ മാർക്ക് ചെയ്തതിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രോക്ക് പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നവർക്കും അതല്ല നമ്മളുടെ മക്കൾക്ക് തന്നെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിലും ആ ഒരു ഏകദേശം അളവ് വെച്ചിട്ട് നമ്മളിങ്ങനെ ഒരു പാറ്റേൺ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് തുണി കട്ട് ചെയ്യുമ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊന്നും കൂടെ എന്താ പറയുക, വൃത്തിക്ക് നമുക്ക് വേണമെങ്കിൽ ചാർട്ട് പേപ്പറിൽ കട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് A4 ഷീറ്റ് എടുക്കാം. ഒന്നും കൂടെ കട്ടിയുള്ളത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് വെച്ചിട്ട് കട്ട് ചെയ്യാനോ വരയ്ക്കാനൊക്കെ സുഖമായിരിക്കും. ഇതിപ്പോൾ നമ്മൾ ഈ ഒരു പേപ്പർ വെച്ചിട്ട് തുണിയിൽ നമുക്ക് വരയ്ക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് കുറച്ചും കൂടെ കട്ടിയുള്ളൊരിതിൽ വെക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ കാർഡ്ബോർഡൊക്കെ കിട്ടുമല്ലോ, അപ്പോൾ ആ കാർഡ്ബോർഡിൽ ഇതൊന്ന് ഗമ്മിട്ട് ഒട്ടിച്ച് വെച്ചിട്ട് നമുക്ക് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ മതി. എന്നാലും നമുക്ക് തുണിയിൽ വരയ്ക്കുമ്പോൾ നല്ല ഈസി ആയിട്ട് തന്നെ വരയ്ക്കാൻ പറ്റും, ഇത്തിരി കൂടെ കട്ടിയുണ്ടെങ്കിൽ. അപ്പോൾ ഇനി നമുക്ക് ബാക്ക് പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്ക് പീസിന് നമുക്ക് സിബ് വെക്കാനുള്ള ആ ഒരു സ്പേസും കൂടെ വേണം കേട്ടോ. അപ്പോൾ ഒരു 1/2 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു പേപ്പറിൽ ഇത്രയേ സ്പേസ് ഉള്ളൂ കേട്ടോ, നമുക്ക് 1/2 ഇഞ്ച് എടുക്കാനേ ഉള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് ഒരു 3/4 ഇഞ്ച് എടുക്കുക. എന്നിട്ട് ഒരു 1/4 ഇഞ്ചിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് മറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ല വൃത്തിക്ക് തന്നെ കിട്ടും കേട്ടോ. അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ വേണമെങ്കിൽ ഞാൻ പിന്നീട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ നമ്മളൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ മാർക്ക് ചെയ്ത് കൊടുത്ത് അവിടെ ഇങ്ങനെ കറക്റ്റിൽ തന്നെ ഇത് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ മുകളിലുള്ള ആ ഒരു പോയിൻറ്റ്സൊക്കെ, നെക്കിൻ്റെ ആ ഒരു പോയിൻറ്റ്സൊക്കെ കറക്റ്റായിട്ട് തന്നെ പിടിച്ച് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ചുറ്റുവശവും ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തപ്പോൾ നമ്മൾ ആ കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുത്തതും കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്ക് പീസും കൂടെ കട്ട് ചെയ്തെടുത്തതിന് ശേഷമാണ് ഫ്രണ്ടിലെ പീസ് നമ്മൾ കുഴിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എങ്കിലേ നമുക്ക് ബാക്ക് പീസ് കറക്റ്റിൽ തന്നെ മാർക്ക് ചെയ്ത് കിട്ടുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ വീണ്ടും ആദ്യം എടുത്ത അളവുകളൊക്കെ എടുത്ത് കട്ട് ചെയ്തെടുക്കണ്ടേ. അപ്പോൾ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഒന്നും കൂടെ നമുക്ക് അളവൊന്നും എടുത്ത് മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് വെച്ചിട്ട് അങ്ങ് വരച്ച് കൊടുത്താൽ മതി. സിബ് വെക്കാനുള്ളത് മാത്രം എക്സ്ട്രാ ഒന്ന് ഇതുപോലെ വെച്ചിട്ട് ഫ്രണ്ടിലെ പീസ് വെച്ചിട്ട് തന്നെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് പേപ്പർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു അരികിലൂടെ വരയ്ക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. നമ്മൾ വരയ്ക്കുമ്പോൾ ഈ ഫ്രണ്ടിലെ പീസിൻ്റെ മുകളിൽ തന്നെ കയറുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്തിരി കൂടെ കട്ടിയുണ്ടെങ്കിലേ നമുക്ക് പെട്ടെന്ന് തന്നെ വരച്ചെടുക്കാൻ പറ്റുള്ളൂ.
അപ്പോൾ ഇനി ഇതിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളെപ്പോലെ സ്റ്റിച്ചിങ്ങിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളെ നിങ്ങൾക്ക് പരിചയം ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമൻറ്റിലൂടെ ചോദിക്കാം കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഉള്ള റിപ്ലൈ തരുന്നതായിരിക്കും. അതല്ലെങ്കിൽ അടുത്തൊരു വീഡിയോ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സൊക്കെ നമ്മൾ കമൻറ്റിലൂടെ റിപ്ലൈ തരുന്നതിനേക്കാളും മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇത് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഇതൊരു 2-3 തവണ ഇരുന്ന് കാണാം കേട്ടോ. ബിഗിനേഴ്സൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരിക്കൽ കണ്ടെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണാം. അപ്പോൾ നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതാ ഫ്രണ്ടിൽ നമ്മൾ കുഴിച്ച് കട്ട് ചെയ്യാൻ വേണ്ടി മാർക്ക് ചെയ്ത് കൊടുത്തില്ലേ, അപ്പോൾ അതും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ 4.5 ഇഞ്ചാണ് എടുത്തത്. ആം ഹോളും അതേ അളവ് തന്നെയാണ്, 4.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ചെസ്റ്റിൻ്റെ ലൈന് 20 അപ്പോൾ അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 5 കിട്ടുന്നത്. അപ്പോൾ അതിലേക്ക് അര ഇഞ്ചും കൂടെ ലൂസിന് വേണ്ടിയിട്ട് കൂട്ടിയിട്ട് 5.5 + 1 ഇഞ്ച് തയ്യൽ തുമ്പ്, അതിൽ നിന്നൊരു 1/4 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ വേസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 1 ഇഞ്ച് ആ ഒരു സ്പേസ് ഉണ്ടല്ലോ, അത് തയ്യൽ തുമ്പായിട്ട് വരും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ബോഡി പാർട്ടിൻ്റെ കട്ടിങ് വരുന്നത്. അപ്പോൾ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇനി ബാക്കിലേക്ക് വള്ളി അങ്ങനെ വേറെയും കാര്യങ്ങളുണ്ട്. പക്ഷേ നമുക്ക് ബേസിക്കായിട്ട് ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഇത്രയും നമ്മൾ വൃത്തിയായിട്ട് കട്ട് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാം. കാരണം നമുക്ക് സ്കേർട്ടിന് ഇനി പ്രത്യേകിച്ച് കട്ടിങ് ഒന്നുമില്ല. അതിൻ്റെ 4 ഇരട്ടി എടുത്തിട്ട്, അതായത് വേസ്റ്റിൻ്റെ 4 ഇരട്ടി പിന്നെ നമുക്ക് ചുരുക്കിടാൻ വേണ്ടിയിട്ട് എടുക്കുക, അതായത് പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുക. പിന്നെ ലെങ്ത്തും കൂടെ കറക്റ്റ് ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് നമുക്കിതിൻ്റെ തുടർച്ചയായിട്ടുള്ള വീഡിയോസ്